ഒമാനിൽ ഇന്ന് 2 തവണയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ദുഃഖം തുറമുഖം ലക്ഷ്യമിട്ട് 2 ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി ഒമാൻ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടുണ്ട്. ഡ്രോൺ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഇടിച്ചു കയറി. ഒപ്പം ഒമാനിലെ തന്നെ മുസന്തമിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. 4 ജീവനക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റവരെ മുഴുവൻ ആ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ചു. അതിൽ 20 ജീവനക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെയും ഒഴിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അലി കൂട്ടായി ചേരുകയാണ് വിവരങ്ങളുമായി. അലി, ഇപ്പോൾ ഇന്നലെ ഒരുപക്ഷെ ഒമാൻ ശാന്തമായിരുന്നു എന്ന് പറയാം. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇറാന്റെ ആക്രമണം നടക്കുമ്പോൾ അവിടുത്തെ അമേരിക്കയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടക്കുന്ന സമയത്ത് ഒമാൻ പൊതുവെ ശാന്തമായിരുന്നു. ഒരു തരത്തിലും ഒമാനിലെ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്നിപ്പോൾ 2 ഇടങ്ങളിൽ വരുന്നു. അതിൽ 2ഉം ഒരു പക്ഷേ അവിടുത്തെ ഒന്ന് എണ്ണ ടാങ്കറിന് നേരെയുള്ള ആക്രമണമാണ്, മറ്റൊന്ന് അവിടെ ദുഃഖം തുറമുഖം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. അപ്പോൾ ഒമാനെ കൂടി ഈ ഒരു ആക്രമണ പരിധിയിലേക്ക് ഇറാൻ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ? മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായി ഒമാൻ ഏകദേശം ശാന്തമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയോടുകൂടി ഒമാന്റെ 2 സ്ഥലങ്ങളിലാണ് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. രാവിലെ ദുഃഖം പോർട്ടിലാണെങ്കിൽ ഏകദേശം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അത് കസബ് തീരത്ത് നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ ആണ് എണ്ണ കപ്പലിന് നേരെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവുന്നത്. അത് പലാവു റിപ്പബ്ലിക്കിന്റെ പതാക വഹിക്കുന്ന എണ്ണ ടാങ്കറിനെതിരെയാണ് ആക്രമണം ഉണ്ടാവുന്നത്. അത് ഒമാനിലെ മാരിടൈം സെക്യൂരിറ്റി സെന്ററാണ് ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത്. സ്കൈലൈറ്റ് എന്ന പേരിലുള്ള കപ്പലിൽ 20 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 15 ഇന്ത്യക്കാരും 5 ഇറാനികളുമായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏത് രാജ്യത്തിന്റെ ജീവനക്കാരെന്ന് നോക്കാതെയുള്ള ഈ ആക്രമണം എന്താണ് ഈ ഇറാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ്. കാരണം ചരക്ക് ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിക്കുക എന്നതായിരിക്കും ഇതുകൊണ്ട് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വേണം അനുമാനിക്കാൻ എന്ന് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ 4 ക്രൂ അംഗങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സൈനിക സുരക്ഷാ സിവിലിയൻ ഏജൻസികളുമായി ഏകോപിച്ചാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് എന്നുകൂടി മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികളുമായി ഏകോപിച്ച് സ്ഥിതിഗതികൾ ഒമാൻ വിലയിരുത്തുകയാണ്. ഒമാൻ വലിയ രീതിയിൽ അപലപനം ഞെട്ടലും ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ വരെ ശാന്തമായിരുന്ന ഒരു പ്രദേശത്ത് ഇറാന്റെ ഈ പ്രത്യാക്രമണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നാണ് ഇത് സംബന്ധിച്ച് ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും ഒമാനിലെ കൂടി പ്രത്യാക്രമണം വ്യാപിക്കാൻ ഇറാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇന്ന് ഉണ്ടായത്. രാവിലെ ദുഃഖം പോർട്ടിലാണ് ഈ ഡ്രോൺ പ്രത്യാക്രമണം ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ ഈ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഡ്രോൺ ഇടിച്ചു കയറുകയും ഇതിൽ തൊഴിലാളികൾ ഒരു നിസ്സാരമായി പരിക്കേൽക്കുകയും ഇയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ഒമാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 2 പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒമാനിലും സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മാഷ് ഓക്കെ, അലി കൂട്ടായിയാണ് വിവരങ്ങൾ നൽകിയത്. ഒമാനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 2 തവണ 2 ഇടങ്ങളിലായി ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ